അനുവിന് എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ടെന്ന് ഉറപ്പാ. ഹർഷയെന്ന് വിളിച്ചാലോ? അവൾ എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കും. എടുക്ക്. ആന്റി. ഹർഷേ, ദേ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന എനിക്ക് തോന്നുന്നേ. എന്താ ആന്റി, എന്താ കാര്യം? ആ അനുവിനെ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയിട്ടുണ്ട്. അവൾ ഇന്ദ്രനോട് സംസാരിക്കുന്ന ഞാൻ കേട്ടു. അതെങ്ങനെ? അതൊന്നും എനിക്കറിയില്ല. അല്ലെങ്കിലും അവൾ ഈ വീട്ടിൽ വന്ന് കയറി പിന്നെ എനിക്ക് പ്രശ്നങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ഏതെങ്കിലും ഒക്കെ രീതിയിൽ എന്നെ ഉപദ്രവിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാനല്ലേ അവള് നോക്കുള്ളൂ. ആന്റി വിഷമിക്കാതെ. ഈ കാര്യത്തില് അവൾക്ക് ആന്റിയെ ദ്രോഹിക്കാൻ പറ്റില്ല. അല്ല ഹർഷ, ഇനി നാളെ അവള് പോയി ശേഖരനെ കണ്ട് സംസാരിച്ചാൽ എല്ലാം തീർന്നില്ലേ? അതോ എന്റെ പേടി? ഇല്ല ആന്റി, അവരവിടെ ചെല്ലുമ്പോ അയാളുടെ അവകാശി അവിടെ ഉണ്ടായിരിക്കും. ആര്? ശേഖരൻ എന്ന പണി തീർത്ത് നാളെ തന്നെ അയാൾ അവിടെ നിന്ന് മടങ്ങും. എന്റെ ഹർഷ, വെറുതെ പറയല്ലേ. എനിക്ക് നിന്നെ വിശ്വസിക്കാലോ? 100%. ആന്റിയെ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കുമെന്ന് പറഞ്ഞത് ഹർഷയാണെങ്കിൽ അത് ഞാൻ ചെയ്തിരിക്കും. ശേഖരനെ തേടി ആരും ചെല്ലാത്ത രീതിയിൽ ആ പ്രശ്നം ഞാൻ ബ്ലോക്ക് ചെയ്തോളാം. ടെൻഷൻ അടിക്കാതെ ആന്റി സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്. അയാൾ എന്നേക്കുമായിട്ട് ഒഴിവാകാതെ എനിക്കിനി ഉറക്കമില്ല ഹർഷേ. ആന്റി, ഇന്നൊരു രാത്രി കൂടി ആന്റി ക്ഷമിക്കും. നാളെ മുതൽ എല്ലാം ശരിയാവും. നിന്റെ വാക്ക് വിശ്വസിച്ചാ ഞാൻ ഫോൺ വെക്കുന്ന കേട്ടോ. ശരി, ഞാൻ ഏറ്റു. ആ ശല്യം ഒഴിവായിന്ന് തന്നെ ഉറപ്പിച്ചു. ശരി. ഓക്കെ ആന്റി. ദൈവമേ, അവരാരുടെ കാര്യം സംസാരിച്ചേ? അത് പ്രത്യേകിച്ചൊന്നുമില്ല. സുശീല ആന്റിയാണ് വിളിച്ചതെന്നും ആരെയോ ഒഴിവാക്കാനുള്ള പണിയിലാണ് രണ്ടുപേരും എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഏയ്, അങ്ങനെയൊന്നുമില്ല. രവിയേട്ടൻ കേട്ടത് തെറ്റിയതാ. നിന്നെ ഉപദേശിക്കാനോ തിരുത്താനോ ഒന്നും ഞാൻ ശ്രമിക്കുന്നില്ല ഹർഷേ. പക്ഷേ നീ ഒന്ന് ഓർത്തോണം, സുശീല ആന്റി ആയിട്ടുള്ള ഈ ബന്ധം നിനക്ക് ദോഷം ചെയ്യും ഹർഷേ. ചേട്ടാ, ഈ ചായ അങ്ങ് കുടിച്ചേരെ. കുറച്ചുകൂടെ ഒന്ന് ആരോഗ്യവാനൊക്കെ ആയിട്ടുണ്ട്. ഈ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലേ ചേട്ടനൊന്ന് എഴുതി കാണിച്ചാൽ മതി. അല്ല, എഴുത്തുമായനൊക്കെ അറിയാലോ അല്ലേ? അതെ, എന്താ ചേട്ടന്റെ പേര്? എവിടെയാ വീട്? വീട്ടിൽ ആരുടെയെങ്കിലും നമ്പർ തന്നാലേ ഞാൻ അവരെ വിളിച്ച് സംസാരിച്ചോളാം. ഞാൻ വിളിക്കാൻ ചേട്ടാ. ചേട്ടാ, ചേട്ടന് സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ. പറയൂ ചേട്ടാ. പറയട്ടാ.